ഈരയിൽ ദേവി ക്ഷേത്രത്തിലെ മീനഭരണി കാർത്തിക മഹോത്സവത്തിനോടനുബന്ധിച്ച് ആദരിക്കലും സമാപന സമ്മേളനവും നടന്നു. മുതുകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാൽ മാളവ്യ ഉദ്ഘാടനം ചെയ്തു. മുതുകുളം ഈരയിൽ ദേവി ക്ഷേത്രത്തിലെ മീനഭരണി കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകളെ ആദരിക്കുന്ന ചടങ്ങും സമാപന സമ്മേളനവും നടന്നു. ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് തെക്കേ പുളുങ്കിയിൽ പി സുകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതുകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ലാൽ മാളവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ, പാതയോരങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച് വീടാന്തരം ഏകദേശം 90 ദിവസത്തിന് മുകളിൽ പറയെടുക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഈരയിൽ ദേവി ക്ഷേത്രം. ഒരു അതിശയമെന്നോണം പറയട്ടെ, നമ്മുടെ ലോകമാസകലം ലോക്ക്ഡൗണിലും ക്വാറന്റൈനിലും ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വ്യാപകമായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പറയെഴുന്നള്ളത്ത് നടത്തിയ ഏക ക്ഷേത്രം ഈരയിൽ ദേവി ക്ഷേത്രം. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ, സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിച്ചപ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ വല്ലാത്ത ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞപ്പോൾ, പരസ്പരം ഒന്ന് സംസാരിക്കുവാനും അടുത്തിടപെടുവാനും സാധിക്കാത്ത സാഹചര്യത്തിൽ ആ സന്ദർഭത്തിൽ പോലും പറക്കിറങ്ങുവാൻ തീരുമാനിക്കുകയും കീഴ്പ്പതും അനുസരിച്ചിറങ്ങിയപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട തഹസീൽദാർ ദിലീപ് സാർ എന്നോട് പറഞ്ഞു, പലരും ഇങ്ങനെ പല ക്ഷേത്രങ്ങളിൽ നിന്നും ഫോൺ ചെയ്ത് പറയുന്നു, ഈരയിൽ ഇങ്ങനെ പറ എഴുന്നള്ളത്ത് നടത്തുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് യഥാർത്ഥമായ ഈശ്വര സേവ എന്ന് പറയുന്നത് മനുഷ്യ സേവയാണ്, മാനവ സേവ, മാധവ സേവയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ മാനവരാശിയുടെ കണ്ണീരൊപ്പുവാനുള്ള കേന്ദ്രങ്ങളായിട്ട് മാറണം. അജ്ഞരെ അവശരെ ആർത്തരെ നാം തുണ ചെയ്തൊപ്പം ഉയർത്തിയിടാം. അവരുടെ ഉള്ളിൽ ഉറങ്ങു നശിക്കും അനന്ത ശക്തി ഉണർത്തിയിടാം. അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. ഇന്ന് ഉദ്ഘാടകനും സാധപ്രാസംഗികനും ഒക്കെ നാം അഭിമുഖീകരിക്കുന്ന വലിയ വിപത്തിനെ കുറിച്ച് ഇവിടെ ഒന്ന് സ്പർശിച്ചു പോയി. എന്തുകൊണ്ട് സംഭവിക്കും? ഇന്ന് ദൃഢകരമായ നമ്മുടെ കുടുംബാന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ നിന്നും അന്യം നിന്ന് പോവുകയല്ലേ യഥാർത്ഥത്തിൽ. അവസാനം നമ്മൾ സ്വന്തമായിട്ടും ഇത് ഉപയോഗിച്ചു തുടങ്ങി. ഇതിൽ നിന്ന് പിന്മാറണം എന്ന് വിചാരിക്കുമ്പോൾ പോലും പിന്മാറാൻ പറ്റാത്തൊരു സാധനമാണ് ഈ രാസലഹരി. അതുകൊണ്ട് എനിക്കൊരു മെസ്സേജ് കൂടി ഇതിനകത്ത് പറയാനുണ്ട്. നല്ല ജനങ്ങളാണ് ഇവിടുത്തെ, നല്ല ചെറുപ്പക്കാരാണ് ഈ അമ്പലത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഒരു കൂട്ടായ്മ കൊണ്ടുപോകേണ്ടത്. ലഹരിക്ക് അടിമപ്പെടാതെ ഇനിയും വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ ഒരു വിഷയങ്ങളും ഇല്ലാതെ പോലീസ് ഇടപെടാതെ തന്നെ നല്ല രീതിയിൽ ഉത്സവം ആഘോഷിക്കാൻ സാധിക്കട്ടെ. 4 കരകളുടെ പ്രതിനിധികളെയും വിവിധ കെട്ടുകാഴ്ചകൾ സമർപ്പിച്ച പ്രതിനിധികളെയും മൊമന്റോ നൽകി കനകക്കുന്ന് SHO അമൽ ആദരിച്ചു. MR പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. SK അനിയൻ, അനന്തകൃഷ്ണൻ, മഞ്ജു അനിൽകുമാർ, N സുരേന്ദ്രൻ, ശ്രീകുമാർ, ഷീജ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.